വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനംനൊന്ത ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയതിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അശ്വിൻ ഡിയോഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, അപ്പോൾ വളരെ ഗൗരവമുള്ള ആരോപണമാണ്. ഇതിനു മുൻപും ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ചില ആളുകളെങ്കിലും ഈ ഒരു MVD ഉദ്യോഗസ്ഥരുടെ ആകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അഴിമതി, കൈക്കൂലി, ഏജന്റുമാരുടെ നിരന്തരമായ ഇടപെടൽ, ഇതൊക്കെ സ്ഥിരമായ ആക്ഷേപമുള്ളതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത ഫേസ്ബുക്കിൽ അയാളുടെ അനുഭവം കുറിച്ച് വെക്കുകയാണ്. അപ്പോൾ ഗൗരവത്തിലുള്ളൊരു അന്വേഷണം, നടപടിയൊക്കെ പ്രതീക്ഷിക്കാമോ അശ്വിൻ? ഷിഹാസ്, തീർച്ചയായും ഈ ഒരു സംഭവം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിൽ എന്തെങ്കിലും കാര്യം ഇത്തരത്തിൽ വാഹന ഫിറ്റ്നസോ എന്തുമാകട്ടെ അതിന് ഒരു ഏജന്റ് മുഖാന്തരം എത്തിയാൽ മാത്രമേ നടക്കൂ എന്നൊരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. അത് പരസ്യമായ ഒരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ നേതൃത്വത്തിൽ പലതരത്തിൽ ഈ ഏജന്റുമാരെ ഒഴിവാക്കാനുള്ള പ്രത്യേക പരിശോധനകൾ, നടപടികളൊക്കെ തുടങ്ങി. അതിന്റെ ഭാഗമായി തന്നെ പല മാറ്റങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പിലാക്കിയതുമാണ്. പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് മലപ്പുറത്തെ ഈ സംഭവം തെളിയിക്കുന്നത്. കാരണം ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓട്ടോറിക്ഷകൾ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ബിൽഡ് വാഹനങ്ങളല്ല. അതിന്റെ മെയിൻ ഭാഗങ്ങൾ മാത്രം പണി കഴിപ്പിച്ച ശേഷം പുറത്ത് ഈ കവറിംഗ് ഒക്കെ വരുന്നത് പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു വാഹനമാണ് ഈ ഓട്ടോറിക്ഷ. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗങ്ങൾ ഈ അതിന്റെ മേൽഭാഗത്തെ കവറിംഗ് ഒക്കെ നടത്തുന്നത് ഫൈബർ പൈപ്പുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റീൽ പൈപ്പുകളൊക്കെ വെച്ച് തന്നെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അത് നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ ഉദ്യോഗസ്ഥന് കഴിയില്ല. കാരണം ഇപ്പോൾ ബസ്സുകളാണെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി ബിൽഡ് വാഹനങ്ങളല്ല. അതിന്റെ ചേസി ആദ്യം വരും. പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് ഇത്തരത്തിൽ അനുമതിയോടുകൂടി ബസ്സിന്റെ പുറം ഭാഗം ബോഡി ചെയ്തെടുക്കുന്നത്. പക്ഷേ കാറുകൾ അങ്ങനെയല്ല, അത് കംപ്ലീറ്റ്ലി ബിൽഡ് വാഹനങ്ങളാണ്. ഓരോ കാറ്റഗറൈസ് ചെയ്താണ് ഈ ഒരു വാഹനങ്ങളുടെ ഫിറ്റ്നസ് അനുവദിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മോട്ടോർ വാഹന വകുപ്പ്, അതായത് ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അത് പരിശോധിച്ച് ആ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നത്. ഇതിൽ കാണുന്ന അസിസ്റ്റന്റ് മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇതിൽ പറയുന്ന നിയമലംഘനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും നിയമലംഘനം അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അടിയന്തര നടപടി, ഇപ്പോൾ ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേകമായി ഈ ഒരു വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നടപടിയും ഉണ്ടാവട്ടെ അശ്വിൻ. കാരണം ഈ ഷൗക്കത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് നീതി ലഭിക്കണം. അദ്ദേഹം അതിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്റെ മരണത്തിന് ശേഷമെങ്കിലും ഇത്തരത്തിൽ ഈ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി ഇല്ലാതാക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം, എനിക്ക് നീതി ലഭിക്കണം, കൃത്യമായ അന്വേഷണം ഉണ്ടാവണം, ഈ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണം. അത് അദ്ദേഹത്തിന്റെ ഒരു മരിക്കുന്നതിന് തൊട്ടുമുള്ളൊരു ആഗ്രഹമായി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ്. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെടട്ടെ.